ഒരൊറ്റ രാത്രി കൊണ്ട് 1000-ലധികം ഗ്രാമവാസികൾ ആ ഗ്രാമത്തിൽ നിന്ന് കാണാതാകുന്നു. ഇത്രയും അധികം ആൾക്കാർ പോകുന്ന കാഴ്ചകളൊന്നും ആരും കണ്ടിട്ടില്ല. അവരെവിടേക്കാണ് പോയതെന്നോ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നോ ഒരു മനുഷ്യർക്ക് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 200 വർഷങ്ങളായി ആരും താമസിക്കാത്ത ഒരു ഗ്രാമമാണത്. രാജസ്ഥാനിലെ കുൽധാര ഗ്രാമത്തെ അഥവാ ഗോസ്റ്റ് വില്ലേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1825-ൽ 1000-ലധികം ഗ്രാമവാസികൾ കുൽധാര ഗ്രാമത്തിന് ചുറ്റുമുള്ള 84 ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടെ ഒറ്റ രാത്രി കൊണ്ട് കാണാതാകുന്നു. ഈ ഗ്രാമവാസികളെല്ലാം ഗ്രാമം വിട്ടു പോകുന്നതിന് മുമ്പേ ഗ്രാമത്തെ ശപിച്ചിരുന്നു. ഇനി ഇവിടെ ആരും താമസിക്കേണ്ട എന്ന രീതിയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അവിടെ രാത്രികാലങ്ങളിൽ പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നു. ജയ്സലിമാറിലെ മന്ത്രിയായിരുന്ന സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി ഒരുപാട് ഭീഷണികളും ഗ്രാമവാസികൾക്ക് കൊടുത്തിരുന്നു. ഇതിൽ നിന്നുള്ള മോചനത്തിനായിട്ടാണ് ഗ്രാമവാസികൾ അവിടെ വിട്ടു പോയതെന്ന് പറയപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേർ അവിടെ വീണ്ടും താമസിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കും അവിടെ ഒരുപാട് കാലം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതരം അസുഖങ്ങളായിട്ടോ സാമ്പത്തിക തളർച്ച അനുഭവപ്പെട്ടിട്ടോ അവിടെ വിട്ടു പോകേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നുള്ള ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി അവിടെ താമസിച്ച് നടത്തിയ പഠനങ്ങളിൽ രാത്രി സമയങ്ങളിൽ അവിടുത്തെ താപനില പെട്ടെന്നൊരു ഡൗൺ സംഭവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഗ്രാമം മികച്ച നഗരസൂത്രണത്തിന് ഉദാഹരണമാണ്. കാരണം ഇപ്പോഴും നമുക്ക് അവിടെ കല്ലുകൾ കൊണ്ടുള്ള വീട്, അടുക്കും ചിട്ടയുമുള്ള റോഡ്, വെള്ളങ്ങൾ സംഭരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളെല്ലാം കാണാൻ കഴിയുന്നതാണ്. പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും സൂര്യാസ്തമയത്തിനു ശേഷം അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഇപ്പോഴും കുൽധാര ഗ്രാമം ഒരു നിഗൂഢമായ രഹസ്യമാണ്.